ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UpToDate ഡെയിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23 ലോക ആമ ദിനം. ഉരകവർഗത്തിൽപ്പെടുന്ന വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന പുറംതോടുള്ള ജീവികളാണ് ആമകൾ. വെള്ളത്തിലോ വെള്ളത്തിന് സമീപമോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. ഏകദേശം 250ഓളം വംശജാതികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവയിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ്. ആമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഉരകങ്ങളെപ്പോലെ ആമകളും അവയുടെ ശരീരത്തിലെ ഊഷ്മാവ്, അതായത് ശീതരക്തം സമീപ പരിസ്ഥിതിക്കനുസരിച്ച് മാറ്റുന്നവയാണ്. ഇവയും സാധാരണ രീതിയിൽ വെള്ളത്തിലെയും കരയിലെയും വായു ശ്വസിക്കുകയും ചെയ്യുന്നു. ഇവ മുട്ടയിടുന്നത് കരയിലാണ്. കട്ടി കൂടിയ പുറന്തോട് കൂടിയതാണ് ആമകൾ. അവയുടെ തലയും 4 കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവയുടെ പുറന്തോട് നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ബന്ധിതമായ 60 അസ്ഥികൾ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആമയുടെ ശരാശരി ആയുസ്സ് സാധാരണ 90 മുതൽ 150 വർഷം വരെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആമ അദ്വൈത് മരിച്ചത് 255 വയസ്സുള്ളപ്പോൾ AD 2006-ലാണ്. അതിൻ്റെ ജനനം AD 1750-ലായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുമുണ്ട്. ആമകൾ വെള്ളം കുടിക്കുന്നത് മൂക്കിലൂടെയാണ്. ആൺമക്കൾക്ക് പെൺആമകളേക്കാൾ വലിപ്പം കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 5 അടി നീളമുള്ള ആമകൾ വരെയുണ്ട്. ആമകളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആമകൾക്ക് പല്ലുകളില്ല, പകരം മൂർച്ചയേറിയ ചുണ്ടുകളാണുള്ളത്. ആമയുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആമ സസ്യഭുക്കാണ്. പുല്ല്, പഴങ്ങൾ, അതുപോലെ തന്നെ വിവിധതരം പൂക്കൾ, ധാന്യങ്ങൾ, കിഴങ്ങുകൾ, വേരുകൾ, ഇലകൾ എന്നിവയാണ് ഇവരുടെ ഭക്ഷണം. ആമകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. ആമകൾ 2 തരത്തിലുണ്ട്. ഒന്ന് കറുത്താമ, അതായത് കാരാമ. 2 വെളുത്താമ, വെള്ളാമ. അതുപോലെ തന്നെ പെൺആമകൾ ഏകദേശം 30 മുട്ടകൾ ഇടുന്നു. രാത്രിയാണ് ആമകൾ മുട്ടയിടുക. മണ്ണ്, മണൽ തുടങ്ങിയവ കൊണ്ട് അവ പൊതിഞ്ഞ് സംരക്ഷിക്കും. 60 മുതൽ 120 ദിവസങ്ങൾ വരെ മുട്ട വിരിയാനെടുക്കും. ലോക ആമദിനം. എല്ലാ വർഷവും മെയ് 23 ലോക ആമദിനമായി ആചരിക്കുന്നു. 2000 മുതൽ അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എന്ന സംഘടനയാണ് ഈ ദിനം സ്പോൺസർ ചെയ്യുന്നത്. ലോക ആമദിനത്തിൻ്റെ ഉദ്ദേശം ആമകളെയും കടലാമകളെയും കുറിച്ചുള്ള അറിവും പരിഗണനയും വർദ്ധിപ്പിക്കുക, ഒപ്പം ഇവയെ അതിജീവിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനുമുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ഇത്തരം ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം.